ഹായ് ഓൾ, ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പതിവ് പോലെ CGL-ന്റെ PYQ ചെയ്യുവാണ്. മിക്സഡ് ആണ്. കുറെ ഹിസ്റ്ററിയും കുറച്ച് ജോഗ്രഫിയും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ PYQs ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ പഠിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഞാൻ എപ്പോഴും പറയും. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നോ നോക്കുക. അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് പറയുന്നുണ്ട്, അത് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. പിന്നെ എന്താ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും അറിഞ്ഞുകൂടാ എന്ന് തോന്നുന്ന പോർഷൻ ഉറപ്പായിട്ടും അപ്പൊ തന്നെ എടുത്തു വെച്ചൊന്ന് നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് PYQ ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്ത് എനിക്ക് പറയാനായിട്ടുള്ളത്. PYQ നമ്മൾ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. മാച്ച് ദ ഫോളോയിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിത്ത് ദെയർ റെസ്പെക്റ്റീവ് ഫൗണ്ടേഴ്സ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂട്ട്സ് match the following institute with their respective founders of British India. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് ഏതൊക്കെയുണ്ട്? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ഉണ്ട്, സംസ്കൃത് കോളേജ് ഓഫ് ബനാറസ് ഉണ്ട്, ഫോർട്ട് വില്യം കോളേജ് ഉണ്ട്, കൽക്കട്ട മദ്രസ ഉണ്ട്. ഓക്കെ, അപ്പൊ ഓപ്പോസിറ്റ് ആരൊക്കെയാണ്? വാറൻ ഹേസ്റ്റിങ്സ് ഉണ്ട്, ലോർഡ് വെല്ലസ്ലി ഉണ്ട്, ജോനാഥൻ ഡങ്കൻ ഉണ്ട്, വില്യം ജോൺസ് ഉണ്ട്. ഇത്രയും പേരാണ് ഉള്ളത്. അപ്പോ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് ആരാണ്? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിക്കുന്നത്? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിക്കുന്നത് സർ വില്യം ജോൺസ് ആണ് അല്ലെ? സർ വില്യം ജോൺസ് ആണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിക്കുന്നത്. സർ വില്യം ജോൺസ് ആണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിക്കുന്നത്. 1784-ലാണ് 1784-ലാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സർ വില്യം ജോൺസ് സ്ഥാപിക്കുന്നത്. നോട്ട് ചെയ്ത് വെച്ചേക്കാം. പിന്നീട് സാൻസ്ക്രിറ്റ് കോളേജ് ഓഫ് ബനാറസ് ആണ്. ബനാറസ് സംസ്കൃത കോളേജ്, ബനാറസ് സംസ്കൃത് കോളേജ് ആരാണ് സ്ഥാപിക്കുന്നത്? ജോനാഥൻ ഡങ്കൻ ആണ്. ജോനാഥൻ ഡങ്കൻ ആണ് സ്ഥാപിക്കുന്നത്. അപ്പോ ബനാറസ് സംസ്കൃത് കോളേജ് ജോനാഥൻ ഡങ്കൻ ആണ് സ്ഥാപിക്കുന്നത്. 1791-ലാണ് 1791-ലാണ് സാൻസ്ക്രിറ്റ് കോളേജ് ഓഫ് ബനാറസ് ജോനാഥൻ ഡങ്കൻ സ്ഥാപിക്കുന്നത്. 1791-ലാണ്. അപ്പൊ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സർ വില്യം ജോൺസ് 1784, സാൻസ്ക്രിറ്റ് കോളേജ് ഓഫ് ബനാറസ് ജോനാഥൻ ഡങ്കൻ 1791. അടുത്ത നോക്കി, ഫോർട്ട് വില്യം കോളേജ് ആണ്. ഫോർട്ട് വില്യം കോളേജ്, ഫോർട്ട് വില്യം കോളേജ് ലോർഡ് വെല്ലസ്ലി ആണ്, റിച്ചാർഡ് വെല്ലസ്ലി ആണ് ഫോർട്ട് വില്യം കോളേജ്. അപ്പൊ ഫോർട്ട് വില്യം കോളേജ് ലോർഡ് റിച്ചാർഡ് വെല്ലസ്ലി ആണ്. ലോർഡ് റിച്ചാർഡ് വെല്ലസ്ലി ആണ്. 1800-ലാണ് ഈ ഫോർട്ട് വില്യം കോളേജ് സ്ഥാപിക്കുന്നത്. 1800-ലാണ് ലോർഡ് വെല്ലസ്ലി, റിച്ചാർഡ് വെല്ലസ്ലി ഫോർട്ട് വില്യം കോളേജ് സ്ഥാപിക്കുന്നത്. പിന്നീട് വരുന്നത് കൽക്കട്ട മദ്രസയാണ്. അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. കൽക്കട്ട മദ്രസ വാറൻ ഹേസ്റ്റിങ്സ് ആണ് സ്ഥാപിക്കുന്നത്. ഒന്ന്. അപ്പം കൽക്കട്ട മദ്രസ 1780-ലാണ് സ്ഥാപിക്കുന്നത്. 1780-ൽ. അപ്പൊ നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സർ വില്യം ജോൺസ് ആണ് 1784-ൽ. സാൻസ്ക്രിറ്റ് കോളേജ് ഓഫ് ബനാറസ് 1791-ൽ. ജോനാഥൻ ഡങ്കൻ ആണ് 1791-ല്. എന്ത്? സാൻസ്ക്രിറ്റ് കോളേജ് ഓഫ് ബനാറസ്. ഫോർട്ട് വില്യം കോളേജ് 1800-ൽ ലോർഡ് വെല്ലസ്ലി, റിച്ചാർഡ് വെല്ലസ്ലി ആണ് സ്ഥാപിക്കുന്നത്. കൽക്കട്ട മദ്രസ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്നത് കൽക്കട്ട മദ്രസയാണ്. സ്ഥാപിക്കുന്നത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. 1780-ലാണ് കൽക്കട്ട മദ്രസ സ്ഥാപിക്കുന്നത്. ഓർത്തു വെച്ചേക്കണേ ഇതൊക്കെ. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും അത് സ്ഥാപിച്ച ആളും വർഷമൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. സോ ആ റിനൈസൻസ് പോർഷൻ, അതുപോലെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇവിടെ വന്ന് തുടങ്ങുന്നതും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് CGL അല്ലെങ്കിൽ SSC-ക്കാർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ടോപ്പിക്കാണ്. പഠിച്ചു വെച്ചേക്കണം കേട്ടോ. With the reference to Sibai Mutiny of 1857, on which of the following dates did the soldiers at Meerut start their journey to Delhi? ശരിക്കും പറഞ്ഞാൽ എന്നാണ് ഈ പറയുന്ന നമ്മുടെ സിപായി മുട്ടണി സ്റ്റാർട്ട് ചെയ്ത കറക്റ്റ് ഒരു ഡേറ്റ് അല്ലെങ്കിൽ അത് പൊട്ടിപ്പുറപ്പെട്ട ഡേറ്റ് ചോദിച്ചാൽ മെയ് 10 ആണ് കേട്ടോ. മെയ് 10-നാണ് 1857-ലെ റിവോൾട്ട് ഓഫ് 1857-നെ പറ്റി നമ്മൾ ഒരു എന്താണ് ക്ലാസ് ഇലാബറേറ്റഡ് ആയിട്ട് അത് മാത്രം റിലേറ്റ് ചെയ്തിട്ട് ഒരു PYQ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു ടോപ്പിക് ഉറപ്പായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഒരുപാട് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് 1857-ലെ റിവോൾട്ട്. നമ്മൾ എന്താണ് സിപ്പായി മുട്ടണി എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ അറിയപ്പെടുന്നത് 1857 റിവോൾട്ട് ആണ്. അപ്പൊ ഇത് എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തെന്ന് ചോദിച്ചാൽ മീററ്റ് ആണ്. മീററ്റ് ആണ് ഇത് എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തെന്ന് ചോദിച്ചാൽ. ഇതിന് സ്പാർക്ക് വീണ സ്ഥലമാണ് ചോദിക്കുന്നതെങ്കിൽ ഫസ്റ്റ് സ്പാർക്ക്
സ്പാർക്ക് എവിടെയാണ് വീണെന്ന് ചോദിച്ചാൽ ബരക്പൂർ ആണ്. ബരക്പൂർ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഫസ്റ്റ് സ്പാർക്ക് വീണ സ്ഥലം എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ബരക്പൂർ ആണ്. പിന്നെ ഇതിന്റെ ഫസ്റ്റ് മാറ്റർ അല്ലെങ്കിൽ ആദ്യത്തെ രക്തസാക്ഷി എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? മംഗൾ പാണ്ഡെയാണ് അല്ലെ? മംഗൾ പാണ്ഡെയാണ്. കഥയൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞാണ്, എല്ലാവർക്കും അറിയായിരിക്കും. മംഗൾ പാണ്ഡെയാണ്. അതിനുശേഷം ഇത് എന്താണ്, ഡൽഹിയിലേക്ക് സോൾജേഴ്സ് സ്റ്റാർട്ട് ചെയ്തത്, അവരുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് 10-നാണ്. 1787 മെയ് 10-നാണ് ഇവര് ഡൽഹിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം ഇവര് ഡൽഹിയാണ് പിടിച്ചെടുക്കുന്നത്. ആ കഥയൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ? അപ്പൊ അതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വീണ്ടും പറയുന്നില്ല, എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പൊ മെയ് 10 ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. മെയ് 10 നോട്ട് ചെയ്ത് വെച്ചേക്കാം. ആൻസർ എന്താണ്? മെയ് 10. ആദ്യം മീററ്റിലേക്ക് സോൾജിയേഴ്സ് എന്താണ് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത്, അവരുടെ ജേർണി സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് മെയ് 10. ഇനി സ്പാർക്ക് വീണ സ്ഥലം എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ബരക്പൂർ ആണ്. പൊട്ടിപ്പുറപ്പെട്ട സ്റ്റാർട്ട് ചെയ്ത സ്ഥലം എന്നാണെങ്കിൽ അത് ആൻസർ മീററ്റ് ആണ്. ഫസ്റ്റ് എന്താണ് രക്തസാക്ഷി ആരാന്ന് ചോദിച്ചാൽ മംഗൾ പാണ്ഡെയാണ്. ഇതൊക്കെ മറന്നു വെച്ചേക്കാം. ഒരുപാട് പേർക്ക് ഇതെല്ലാം അറിയാമായിരിക്കും, നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. അടുത്ത നോക്കിക്കേ, ഹു എമംഗ് ദ ഫോളോയിങ് വാസ് സെലക്ടഡ് as the ഷെർപ്പ ഫോർ ഇന്ത്യസ് G20 ഹോസ്റ്റഡ് ഇൻ 2022-23? 2022-23 G20 സബ്മിറ്റിലേക്ക് ഇന്ത്യ സെലക്ട് ചെയ്തിരുന്ന ഇന്ത്യയുടെ ഷെർപ്പ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോ ഇന്ത്യയുടെ ഷെർപ്പ എന്ന് വെച്ചാൽ ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഈ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ഒന്നും അല്ലാതെ ഒരു എന്താണ് ഒഫീഷ്യൽ ഉണ്ടാവും G20യിലേക്ക്. അപ്പൊ അതാരാണെന്നാണ് ക്വസ്റ്റ്യൻ. അവരെ വിളിക്കുന്ന പേര് ഷെർപ്പ എന്നാണ്. ഓക്കെ, അപ്പോ ഇന്ത്യയുടെ ഷെർപ്പ ആരാന്ന് ചോദിച്ചാൽ ആൻസർ അമിതാഭ് കാന്ത് ആണ് കേട്ടോ. അമിതാഭ് കാന്ത് ആണ്. അപ്പൊ G20 2022-23 ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താണ് അത്? 18ാമത്തെ 18th G20 സബ്മിറ്റ് ആയിരുന്നു. അത് ഹോസ്റ്റ് ചെയ്തത് ഇന്ത്യ ആയിരുന്നു. 18ാമത്തെ G20 സബ്മിറ്റ് ആണ് 2023 നടക്കുന്നത്. ഹോസ്റ്റിംഗ് കൺട്രി ഏതായിരുന്നു? ഇന്ത്യ ആയിരുന്നു ഹോസ്റ്റിംഗ് കൺട്രി. അപ്പൊ അതിന്റെ മോട്ടോ ഒരു പ്രാവശ്യം ഏതോ പരീക്ഷയ്ക്ക് ചോദിച്ചു, വസുദൈവ കുടുംബകം. വസുദൈവ കുടുംബകം എന്നുള്ളതാണ് മോട്ടോ. നമ്മുടെ G20 18ാമത്തെ G20 നമ്മൾ ഹോസ്റ്റ് ചെയ്തത് ഇന്ത്യയാണ് ഹോസ്റ്റ് ചെയ്തത്. ന്യൂഡൽഹിയിലാണ് അതിന്റെ ലാസ്റ്റ് വലിയ മീറ്റിംഗ് ഒക്കെ നടന്നത്. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലായിട്ട് വെച്ച് ഇതിന്റെ ചെറിയ ചെറിയ മീറ്റിംഗ്സ് കേരളത്തിലുണ്ടായിരുന്നു. മീറ്റിങ്ങുകളൊക്കെ നടന്നു. അതിനുശേഷം ഏറ്റവും വലിയ ഒരു ഫംഗ്ഷൻ ആയിട്ട് ന്യൂഡൽഹിയിലാണ് ആ ഒരു G20 സബ്മിറ്റ് നടന്നത്. G20യുടെ 18ാമത്തെ സെക്ഷൻ ആയിരുന്നു അത്. മോട്ടോ എന്ന് പറയുന്നത് വസുദൈവ കുടുംബകം എന്നുള്ളതായിരുന്നു. അതിന്റെ ഇന്ത്യയുടെ ഷെർപ്പ അമിതാഭ് കാന്ത് ആണ്. അമിതാഭ് കാന്തിനെ അറിയാമോ? നേരത്തെ നിതി ആയോഗിന്റെ CEO ആയി പ്രവർത്തിച്ചിട്ടുള്ള IAS ഉദ്യോഗസ്ഥനാണ്. നിതി ആയോഗിന്റെ ഫോർമർ CEO ആണ് ഏതെന്ന് പറയുന്നത് അമിതാഭ് കാന്ത്. നേരത്തെ ഇപ്പൊ അല്ല, ഇപ്പൊ ആരാ? ഇപ്പോഴത്തെ നിതി ആയോഗിന്റെ CEO BVR സുബ്രഹ്മണ്യമാണ്. BVR സുബ്രഹ്മണ്യമാണ്. അപ്പൊ ഞാൻ എന്താ G20നെ പറ്റി പറഞ്ഞ, G20യുടെ 18th സബ്മിറ്റ് ആണ് 2023 നടന്നത്. ഇന്ത്യയാണ് ഹോസ്റ്റ് ചെയ്തത്. അതിന്റെ മോട്ടോ വസുദൈവ കുടുംബകം എന്നുള്ളതായിരുന്നു. അതിന്റെ ഷെർപ്പ ഇന്ത്യയുടെ സെലക്ട് ചെയ്ത നമ്മുടെ ഷെർപ്പ എന്ന് പറയുന്നത് അമിതാഭ് കാന്ത് ആണ്. അപ്പൊ അമിതാഭ് കാന്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, അമിതാഭ് കാന്ത് നേരത്തെ നിതി ആയോഗിന്റെ CEO ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ നിതി ആയോഗിന്റെ CEO BVR സുബ്രഹ്മണ്യമാണ് ഇപ്പോഴത്തെ നിതി ആയോഗിന്റെ CEO എന്ന് പറയുന്നത്. ഓക്കെ, വൈസ് പ്രസിഡന്റോ? വൈസ് ചെയർമാൻ ആരാ നിതി ആയോഗിന്റെ ഇപ്പോഴത്തെ? സുമൻ ബെറിയാണ് ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ. നീതി ആയോഗിന്റെ 2 പോസ്റ്റാണ് നമ്മളെപ്പോഴും പഠിക്കുന്നത്. CEO BVR സുബ്രഹ്മണ്യനും വൈസ് ചെയർമാൻ സുമൻ ബെറിയോ ആണെന്ന് ഓർത്തു വെച്ചേക്കണം. ഇനി G20 2023 നടന്നത് ഇന്ത്യയിൽ വെച്ചിട്ടാണ്. 2024 എവിടെ വെച്ചാ നടന്നേ? 2024 നടന്നത് ബ്രസീൽ വെച്ചിട്ടായിരുന്നു. ബ്രസീലായിരുന്നു ഹോസ്റ്റിംഗ് കൺട്രി കേട്ടോ. 2024 G20യുടെ ഹോസ്റ്റിംഗ് കൺട്രി കറണ്ട് അഫയേഴ്സ് ആണ്. ബ്രസീലാണ് 2024 19ാമത്തെ എഡിഷന്റെ ഹോസ്റ്റിംഗ് കൺട്രി എന്ന് പറയുന്നത് ബ്രസീലായിരുന്നു കേട്ടോ. 2024 19th സബ്മിറ്റിന്റെ ഹോസ്റ്റിംഗ് കൺട്രി എന്ന് പറയുന്നത് ബ്രസീലാണ്. ഇനി നടക്കാൻ പോകുന്നത് 20th സബ്മിറ്റ് ആണ്. 20th സബ്മിറ്റ് അതിന്റെ ഹോസ്റ്റിംഗ് കൺട്രി എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയാണ്. സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ വെച്ചിട്ടാണ് നടക്കുക. സൗത്ത് ആഫ്രിക്കയാണ് ജോഹന്നാസ്ബർഗ്.
ഓക്കെ, അപ്പൊ എത്ര ഓർത്ത് വെച്ചേക്കാമോ G20യെ പറ്റി? എന്തൊക്കെയാ പഠിച്ചേ? 2023 അതിന്റെ ഹോസ്റ്റിംഗ് കൺട്രി ഇന്ത്യ ആയിരുന്നു. മോട്ടോ എന്ന് പറയുന്നത് വസുദൈവ കുടുംബകമാണ്. നമ്മുടെ G20യുടെ ഷെർപ്പ എന്ന് പറയുന്നത് അമിതാഭ് കാന്ത് ആണ്. സൈഡിൽ വെച്ച് നമ്മൾ അമിതാഭ് കാന്തിനെ പറ്റി, നിതി ആയോഗിന്റെ ഫോർമർ സിഇഒ ആയിരുന്നു. നിതി ആയോഗിന്റെ ഇപ്പോഴത്തെ സിഇഒയും വൈസ് ചെയർമാനും പഠിച്ചു. സിഇഒ BVR സുബ്രഹ്മണ്യനാണ്. വൈസ് ചെയർമാൻ സുമൻ ബറി ആണെന്ന് പഠിച്ചു. നിതി ആയോഗിന്റെ ഇപ്പോഴത്തെ കറണ്ട് അഫയേഴ്സ്. ഓക്കെ, ഇനി 19th സബ്മിറ്റ് ഓഫ് G20 അതാണ് 2024 നടന്നത്. അതിന്റെ ഹോസ്റ്റിംഗ് കൺട്രി ബ്രസീൽ ആണെന്ന് പറഞ്ഞല്ലേ. ഇനി 20th ഇനി നടക്കാൻ പോകുന്നത് സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ടാണ്, ജോഹന്നാസ്ബർഗിൽ വെച്ചിട്ടാണ്. ഇത്രയും പഠിക്കണം. ഇത് എവിടെയെങ്കിലും നിങ്ങൾക്ക് ചോദിക്കും കേട്ടോ. G20യുടെ കാര്യം എവിടെയെങ്കിലും വെച്ച് നമ്മൾ ഇവര് ചോദിക്കും. അപ്പം നമുക്ക് ഇന്ത്യയിൽ വെച്ച് നടന്ന G20 സബ്മിറ്റിലെ 18ാമത് സബ്മിറ്റില് നമ്മള് ആഫ്രിക്കൻ യൂണിയനും കൂടി G20 അംഗത്വം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആഫ്രിക്കൻ യൂണിയൻ. അപ്പം ഇന്ത്യയിൽ വെച്ച് നടന്ന G20 സബ്മിറ്റില് പുതിയതായിട്ട് അംഗത്വം കിട്ടിയത് ആഫ്രിക്കൻ യൂണിയൻ ആണ് കേട്ടോ. അതും കൂടി ഓർത്തു വെച്ചു. ആഫ്രിക്കൻ യൂണിയൻ ആണ്. 19th സബ്മിറ്റ് ബ്രസീലാണ് ഹോസ്റ്റ് ചെയ്തത്. 20th സബ്മിറ്റ് സൗത്ത് ആഫ്രിക്ക ജോഹന്നാസ്ബർഗ് ആണ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത്രയും പോയിന്റ് കിട്ടിയോ? ഇത്രയും പഠിച്ചു വെച്ചേക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. പൂർവാചൽ ഹിമാലയാസ് ഡസ് നോട്ട് കംപ്രൈസ് ഓഫ്. പൂർവാചൽ ഹിമാലയാസ് ഏത് പൂർവാചൽ ഹിമാലയസിനകത്ത് ഉൾപ്പെടാത്തത് ഏതാണെന്നാ ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ നാഗാ ഹിൽസ് ഉണ്ട്, പീർപ്പഞ്ചൽ ഉണ്ട്, മണിപ്പൂർ, മിസോ. അപ്പൊ നോർമലി ഏകദേശം ആ ജിയോഗ്രഫിക്കലി ഉള്ള ഇതൊക്കെ അറിയാവുന്നവർക്ക് ഇത് പെട്ടെന്ന് ആൻസർ ചെയ്തുകൂടെ. കാര്യം ഈ ഒരു റേഞ്ചിലുള്ളതാണ് നാഗാ ഹിൽസ്, മണിപ്പൂര്, മിസോ ഒക്കെ വരുന്നത്. പീർപ്പഞ്ചൽ റേഞ്ച് മാത്രം ലെസർ ഹിമാലയാസിലുള്ളതാണ്. ലെസർ. അപ്പൊ ഈസ്റ്റേൺ ഹിൽസിനകത്തുള്ളതാണ് ഏതൊക്കെ? നാഗയും മണിപ്പൂരും മിസോയും ഒക്കെ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ഹിമാലയ റേഞ്ചസിനെ പറ്റിയൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിനകത്ത് ലെസർ ഹിമാലയാസിലുള്ളതാണ് ഏതെന്ന് പറയുന്നത് പീർപ്പഞ്ചൽ റേഞ്ച് എന്ന് പറയുന്നത്. പീർപ്പഞ്ചൽ റേഞ്ച് നീളം ഹിമാലയൻ റേഞ്ചസിൽ ഏറ്റവും നീളം കൂടിയ റേഞ്ചാണ്, ലോങ്സ്റ്റ് റേഞ്ച് ആണ് ഏതെന്ന് പറയുന്നത്. ലോങ്സ്റ്റ് ആണ് പീർപ്പഞ്ചൽ റേഞ്ച് എന്ന് പറയുന്നത്. പീർപ്പഞ്ചൽ റേഞ്ച് ലോങ്സ്റ്റ് ആയിട്ടുള്ള നീളം കൂടിയ റേഞ്ച് ആണ് കേട്ടോ. ഉയരം അല്ല, നീളം. ഓക്കെ, ലെസർ ഹിമാലയാസിലാണ് ഉള്ളത്. നാഗാ ഹിൽസ്, മണിപ്പൂർ, മിസോ ഒക്കെ നമ്മുടെ ഈസ്റ്റേൺ ഹിൽസിലുള്ളതാണ്. ഈസ്റ്റേൺ ഹിൽസ് നമ്മളിപ്പോ ഇന്ത്യ പറയുകയാണെങ്കിൽ ആ ഒരു എന്താണ് ഈസ്റ്റ് സൈഡിലെ ആ സ്റ്റേറ്റുകളുടെ ഒക്കെ സ്ഥലത്താണ് ഈസ്റ്റേൺ ഹിൽസ് കാണപ്പെടുന്നത്. നമ്മൾ ജിയോഗ്രഫിയുടെ ക്ലാസ്സിലൊക്കെ വൃത്തിയായിട്ട് പഠിക്കുന്നതാണ്. പഠിച്ചോണം. ഹിമാലയാസിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ ദിശയുടെ ഓഫ്ലൈൻ കോഴ്സസും ഓൺലൈൻ കോഴ്സസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓഫ്ലൈൻ ആയിട്ട് പോയി ഇരുന്ന് പഠിക്കാൻ ഏറ്റവും നല്ല ഒരു 5 ബ്രാഞ്ചുകളോളം നമുക്കുണ്ട്. കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, കാലിക്കറ്റ്, ട്രിവാൻഡ്രം. വീടിനടുത്ത് ഏത് ബ്രാഞ്ച് ആണോ ഉള്ളത് അവിടെ പോയി നിങ്ങൾക്ക് അഡ്മിഷനും കാര്യങ്ങളും എടുത്ത് അവിടെ പോയിരുന്ന് പഠിക്കാം. വിശാലമായിട്ടുള്ള ലൈബ്രറി, മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് പഠിച്ച് ജോലി നേടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ദിശയുടെ ഓഫ്ലൈൻ ബ്രാഞ്ചസുകളിൽ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അഡ്മിഷൻ ഡീറ്റെയിൽസ്, ഫീസിന്റെ കാര്യങ്ങളും മറ്റും അറിയാനായിട്ട് പറ്റും. ഓഫ്ലൈൻ ബാച്ചും ത്രൂ ആപ്പ് വഴി നമ്മൾ ഓൺലൈൻ ആയിട്ടും കോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ഓഫ്ലൈൻ കോഴ്സിന്റെ ബാച്ചുകളുമായിട്ട് ബന്ധപ്പെട്ട നമ്പറുകളാണ് കിടക്കുന്നത്. ഓരോ സ്ഥലത്തെയും നമ്പർ കൊടുത്തിട്ടുണ്ട്. കോൺടാക്ട് ചെയ്ത് ക്ലാസ് പോയിരുന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ക്ലാസ് അവൈലബിൾ ആണ് ഓഫ്ലൈൻ കോഴ്സ് വഴി. ഓൺലൈൻ കോഴ്സ് ആണെങ്കിൽ നമുക്ക് ആപ്പ് വഴിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ പറയുന്ന SSCക്കും RRBക്കും ബാങ്കിനും ഒക്കെ വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് കോഴ്സസ് വിത്ത് മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓൺലൈൻ കോഴ്സും ഓഫ്ലൈൻ കോഴ്സും. ഈ പറയുന്ന നമ്പറുകളിലൊക്കെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസും ഫീസ് ഡീറ്റെയിൽസും ഒക്കെ അറിയാം. ഇപ്പൊ റണ്ണിങ് ബാച്ചിന്റെ കാര്യങ്ങളും ഒക്കെ അറിയാം. എല്ലാ സബ്ജക്റ്റുകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ തൊട്ട് ആപ്പിലും ഓഫ്ലൈനും അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. Who among the following freedom fighters of India is the author of the book The Indian Struggle? ഓൾറെഡി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറെ ബുക്കുകളും അതുപോലെ സുഭാഷ് ചന്ദ്രബോസിനെ പറ്റിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ഈ ഒരു ക്ലാസ്സിൽ ഈ സുഭാഷ് ചന്ദ്രബോസിന്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഞാൻ INAയും അതിന്റെ തലപ്പത്തേക്ക് അദ്ദേഹം എത്തിയ കാര്യമൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ ബുക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വല്ലഭായ് പട്ടേൽ, ഇന്ത്യയുടെ അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്ന വല്ലഭായ് പട്ടേൽ ആണ് അല്ലെ. അപ്പം ഇന്ത്യൻ സ്ട്രഗിൾ എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ് കേട്ടോ. ഇന്ത്യൻ സ്ട്രഗിൾ എന്ന് പറയുന്ന ബുക്ക് എഴുതിയതാരാ? സുഭാഷ് ചന്ദ്രബോസ് ആണെന്ന് ഓർത്തു വെച്ചേക്കുക. ഇന്ത്യൻ സ്ട്രഗിൾ എഴുതിയ സുഭാഷ് ചന്ദ്രബോസ് ആണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രസിദ്ധമായിട്ടുള്ള ബുക്കാണ് ലെറ്റേഴ്സ് ടു എമിലി ശങ്കൽ എന്ന് പറഞ്ഞിട്ട്. ലെറ്റേഴ്സ് ടു എമിലി ശങ്കൽ. എമിലി ശങ്കൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക്
അത് അദ്ദേഹത്തിന്റെ എന്താണ് ഓസ്ട്രേലിയക്കാരിയായിട്ടുള്ള ഒരു വൈഫാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹം അവർക്ക് എഴുതിയ കത്തുകൾ എല്ലാം കൂടി ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ലെറ്റേഴ്സ് ടു എമിലി ശങ്കൽ എഴുതിയത് ആരാണെന്ന്. അതാരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ് കേട്ടോ. ഇന്ത്യൻ സ്ട്രഗിളും സുഭാഷ് ചന്ദ്രബോസ് ആണ്. അദ്ദേഹവുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറെ കാര്യങ്ങൾ നമ്മൾ INA-യുമായിട്ട് റിലേറ്റ് ചെയ്താണ് കൂടുതലും സുഭാഷ് ചന്ദ്രബോസിനെ പറ്റി പഠിക്കുന്നത്. അപ്പം ആ കാര്യങ്ങളൊക്കെ ഒരു ക്ലാസ് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ, ഓർത്തിരിക്കണം. ഇന്ത്യൻ സ്ട്രഗിൾ എഴുതിയത് സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹത്തിന്റെ മറ്റൊരു ബുക്കാണ് ലെറ്റേഴ്സ് ടു എമിലി ശങ്കൽ. ഓർത്തു വെച്ചേക്കണേ. Which article of the Constitution of India provides that there shall be a Vice President of India? ഇന്ത്യക്ക് ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ടാവണം എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മുടെ വൈസ് പ്രസിഡന്റ് വേണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 63 കേട്ടോ. ആർട്ടിക്കിൾ 63 ഇന്ത്യക്ക് there shall be a Vice President of India എന്ന് പറയുന്നത് 63. 63 തൊട്ട് 70 വരെയുള്ള ആർട്ടിക്കിൾ കണ്ടിന്യൂസ്ലി വൈസ് പ്രസിഡന്റിനെ പറ്റിയാണ് പറയുന്നത്. പിന്നീട് വേറെ ചില ആർട്ടിക്കിളിൽ പരാമർശിക്കുന്നുണ്ട്. 63 തൊട്ട് 70 വരെ കണ്ടിന്യൂസ്ലി വൈസ് പ്രസിഡന്റിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. അപ്പോ 63 നമുക്കൊരു വൈസ് പ്രസിഡന്റ് വേണമെന്ന് പറയുന്നത്. 64 പറയുന്നത് വൈസ് പ്രസിഡന്റ് എന്താണ്, എങ്ങനെ വർക്ക് ചെയ്യണം? എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. രാജ്യസഭയുടെ ചെയർമാനായിട്ട് എക്സ് ഒഫീഷ്യോ ചെയർമാനായിട്ട് ഓഫ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 64 കേട്ടോ. 64. 66 വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷനെ പറ്റി പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഇലക്ട്രൽ കോളേജ് ഒക്കെ വഴിയാണ് വൈസ് പ്രസിഡന്റിനെയും സെലക്ട് ചെയ്യുന്നത് അറിയാം. 67 ടേം ഓഫ് ഓഫീസ് ഓഫ് വൈസ് പ്രസിഡന്റ്. ടേം ഓഫ് ഓഫീസ് 5 വർഷമാണ് അല്ലെ. ഓഫീസ് ഓഫ് വൈസ് പ്രസിഡന്റിനെ പറ്റി പറയുന്നത് 67 ആർട്ടിക്കിളിലാണ്. ഈ പറയുന്ന 61 എന്താ? ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ് ആണ് കേട്ടോ. ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ് ആണ് 61. ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ് ആണ്. 62 പ്രസിഡന്റിന്റെ വേക്കൻസി വരുവാണെങ്കിൽ അത് 6 മാസത്തിനകം ഫില്ല് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ പറയുന്നത്. 61 പറയുന്ന ഓത്ത് ഓഫ് പ്രസിഡന്റ് ആണ്. 60 ഓത്ത് ഓഫ് പ്രസിഡന്റ്. കുറച്ചെണ്ണം ആർട്ടിക്കിൾ നിങ്ങൾ അത്യാവശ്യം പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഒക്കെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഓത്ത് ഓഫ് പ്രസിഡന്റ് ആണ് 60. 61 ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്. എപ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കോഡാണ് 60 61. അപ്പൊ 0 എടുക്കുക. ഓക്കെ, ഓത്ത് ഓഫ് ആരാണ്? പ്രസിഡന്റ് ആണ് കേട്ടോ. പ്രസിഡന്റ്. 61 എടുത്തിട്ട് ആ I ആണെന്ന് വിചാരിക്കുക. ആ 1 ഇത് ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ് ആണ്. പ്രസിഡന്റിനെ പുറത്താക്കുന്ന രീതിയാണ്. ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ് ആണ് 61. ഓക്കെ, ഇനി 63 പറയുന്നത് എന്ത്? there shall be a വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യക്ക് ഒരു വൈസ് പ്രസിഡന്റ് വേണമെന്ന് 63 പറയുന്നു. 64 പറയുന്നത് ഈ വൈസ് പ്രസിഡന്റ് എന്താവണം? വൈസ് പ്രസിഡന്റ് എങ്ങനെയായിട്ട് വർക്ക് ചെയ്യണം? എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ആയിട്ട്, രാജ്യസഭയുടെ ചെയർമാൻ ആയിട്ട്. ഇപ്പോഴാരാണ്? വൈസ് പ്രസിഡന്റ് അല്ലേ. അത് പറയുന്നത് 64. 66 ഇദ്ദേഹത്തിന്റെ ഇലക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നത്. 67 ടേം ഓഫ് ഓഫീസ് ഓഫ് വൈസ് പ്രസിഡന്റിനെ പറ്റി പറയുന്നത്. എത്ര വർഷമാണ് ഇരിക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ 67 പറയുന്നത്. ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2-3 എണ്ണം പറഞ്ഞതേ ഉള്ളൂ. പറയാനാണ് എല്ലാ ആർട്ടിക്കിളും പറയാനുണ്ട്. മാക്സിമം നിങ്ങൾ ആർട്ടിക്കിൾസ് എല്ലാം പഠിച്ചു വെക്കാനായിട്ട് നോക്കണം കേട്ടോ. ആർട്ടിക്കിൾസുമായിട്ട് റിലേറ്റ് ചെയ്ത് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ ആർട്ടിക്കിൾസ് എല്ലാം പഠിച്ചു വെക്കാനായിട്ട് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? എന്തൊക്കെയാ? ദ 5-year പ്ലാൻ ഫോക്കസ് മോസ്റ്റ്ലി ഓൺ പ്രൈവറ്റ് ഇന്റർവെൻഷൻ ഇൻ ദ കമ്പനി എക്കണോമി. The 5-year plan always focused on the growth of the tertiary sector. The 5-year plan permits long-term intervention by the government in the economy. A 5-year plan always trusts market-oriented activities. അപ്പൊ ഇതിനകത്ത് നമുക്ക് മോസ്റ്റ്ലി പ്രൈവറ്റ് ഇന്റർവെൻഷൻ ഇൻ എക്കണോമി അല്ല. 5-year പ്ലാൻ അങ്ങനെ ഒന്നും അല്ല അല്ലെ. ഗ്രോത്ത് ഓഫ് ടെർഷറി സെക്ടർ മാത്രമൊന്നും അല്ല. അടുത്ത 4th എന്താ? 5-year പ്ലാൻ ആൾവേസ് സ്ട്രെസ്സസ് മാർക്കറ്റ് ഓറിയന്റഡ് ആക്ടിവിറ്റീസ്. അങ്ങനെയില്ല, പല മേഖലകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ആകെ ഇതിൽ ശരിയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് 3rd ഓപ്ഷൻ ആണ്. 5-year പ്ലാൻസ് പെർമിറ്റ് ലോങ് ടേം ഇന്റർവെൻഷൻ ബൈ ദ ഗവൺമെന്റ് ഇൻ ദ എക്കണോമി. അപ്പൊ ഇപ്പൊ 5-year പ്ലാൻ ഇല്ലല്ലോ. ഇപ്പൊ 5-year പ്ലാന് പകരം 2015 ജനുവരി 1 നമുക്ക് നിലവിൽ വന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ അതുപോലെ പ്ലാനിംഗ് കമ്മീഷന് പകരം എന്താണ് ഇപ്പോൾ ഉള്ളത്? നിതി ആയോഗ് ആണ് വന്നത് അല്ലെ. നിതി ആയോഗ് വന്നിട്ടുണ്ട്. നിതി ആയോഗ്. ഇപ്പൊ 5-year പ്ലാൻസ് എന്ന് പറയുന്നത് ആ ഒരു 2012 തൊട്ട് 17 വരെയായിരുന്നു.
പഞ്ചവത്സര പദ്ധതി 12th 5-year പ്ലാൻ എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് പിന്നെ നിതി ആയോഗാണ് 5 year ഈ പറയുന്ന പ്ലാനിംഗ് കമ്മീഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് മറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് പ്ലാനിംഗ് കമ്മീഷൻ മെയിൻ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന 5-year പ്ലാനിന് എന്താണ് അപ്രൂവൽ കൊടുക്കുക, അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ. അപ്പൊ 5-year പ്ലാൻസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് നിതി ആയോഗ് എന്ന് പറഞ്ഞ പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നു അല്ലെ. ഓൾറെഡി അതിന്റെ സിഇഒയും അതുപോലെ വൈസ് ചെയർമാനും ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ നിതി ആയോഗിന്റെ ഫുൾ ഫോം ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആണ്. ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആണ് നിതി ആയോഗ്. 2015 ജനുവരി 1 മുതൽ നമുക്കിവിടെ നിതി ആയോഗ് നിലവിൽ വന്നിട്ടുണ്ട്. അപ്പൊ പ്ലാനിംഗ് കമ്മീഷനോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് 5-year പ്ലാൻസുമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നിർത്തി വെച്ചേക്കുവാണ്. പകരം അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പൊ നോക്കുന്നത് നിതി ആയോഗാണ്. അപ്പൊ 5-year പ്ലാൻസ് എന്ന് പറഞ്ഞിട്ട് എക്കണോമിക്സിനകത്ത് ആ ഒരു പോർഷൻ ഉണ്ട്. ഓരോ 5-year പ്ലാനിനെ പറ്റിയും ചെറിയ നോട്ട് ഉണ്ടാക്കി ഒരു 12 5-year പ്ലാൻ ഉണ്ട്. ആ 12 എണ്ണവും കുഞ്ഞു നോട്ടാക്കി വെച്ചിട്ട് നിങ്ങൾ പഠിക്കേണ്ടി വരും. നമുക്ക് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഓരോ 5-year പ്ലാൻ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഏതോ ഒന്നോ രണ്ടോ എണ്ണം പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത 5-year പ്ലാൻസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഹു വാസ് ദ റവന്യൂ മിനിസ്റ്റർ ഡ്യൂറിംഗ് ദ റീജിയൻ ഓഫ് അക്ബർ. അക്ബറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ, അക്ബർ നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും ശക്തരായ മുഗൾ രാജാക്കന്മാരിൽ ഒരാളാണ് അക്ബർ എന്ന് പറയുന്നത് അല്ലെ. അക്ബറിന്റെ സമയത്ത് ഒരുപാട് എന്താണ് റിലീജിയസ് ടോളറൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ള, അല്ലെങ്കിൽ മഹാനായ മുഗൾ രാജാക്കന്മാരിൽ ഒരാളാണ് അക്ബർ. 1556 തൊട്ടാണ് 1605 വരെയാണ് അക്ബറിന്റെ ടൈം എന്ന് പറയുന്നത്. 1556 തൊട്ട് 1605 വരെയാണ് അക്ബറിന്റെ റീജിയൻ എന്ന് പറയുന്നത് അല്ലെ. ഓൾറെഡി നമ്മള് മുഗൾ പഠിക്കുമ്പോൾ, മിഡീവൽ ഇന്ത്യ പഠിക്കുമ്പോൾ ഇവരുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തെല്ലാം പഠിക്കണം. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഒരു 13 വയസ്സായപ്പോഴത്തേക്കും ക്രൗണ്ട് ആയിട്ടുള്ള അധികാരത്തിൽ എത്തിയ മുഗൾ കിങ് ആണ് അക്ബർ എന്ന് പറയുന്നത് 13ാമത്തെ വയസ്സിൽ. ഓൾറെഡി നമ്മൾ നേരത്തെ കലനാവൂർ വെച്ചിട്ടാണ് അക്ബറിന്റെ ക്രൗണിങ് നടന്നതെന്ന് പഠിച്ചായിരുന്നു. പഞ്ചാബിലെ കലനാവൂരുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണെന്ന് പഠിച്ചായിരുന്നു അല്ലെ. ഓർമ്മയുണ്ടോ? 13ാമത്തെ വയസ്സിൽ ആണ്. ഇദ്ദേഹം ഹുമയൂണിന്റെ പുത്രനാണ് അല്ലെ. ഹുമയൂണിന്റെയും ഹമീദ ബാനു ബീഗത്തിന്റെയും പുത്രനാണ് അക്ബർ എന്ന് പറയുന്നത്. ഹുമയൂണിന്റെയും ഹമീദ ബാനു ബീഗത്തിന്റെയും പുത്രനാണ് അക്ബർ. 1556 തൊട്ട് 1605 വരെ ഇന്ത്യ ഭരിച്ച മുഗൾ കിങ് ആണ്, മുഗൾ ചക്രവർത്തിയാണ് ആരെന്ന് പറയുന്നത് അക്ബർ എന്ന് പറയുന്നത്. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ അധികാരത്തിലെത്തിയ മുഗൾ രാജാവാണ് അക്ബർ. ഏറ്റവും കുറഞ്ഞ 13ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ആ രാജപദവിയിലേക്ക് എത്തുന്നത്. 13ാമത്തെ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള മുഗൾ രാജാവാണ് അക്ബർ എന്ന് പറയുന്നത്. ഇല്ലിറ്ററേറ്റ് ആണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ രാജ പദം അലങ്കരിച്ചിരിക്കുന്ന സമയത്ത് ഒരു 9 നവരത്നങ്ങളെ പറ്റി പഠിക്കാനുണ്ട്. അതിനകത്തുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു മിനിസ്ട്രി ആണ്. അതിനകത്തുള്ളതില് റവന്യൂ മിനിസ്റ്റർ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്ന രാജാ തോഡർമാലാണ് കേട്ടോ. രാജാ തോഡർമാലാണ് ആൻസർ വരിക. അപ്പോ റവന്യൂ മിനിസ്റ്റർ ആരാന്ന് ചോദിച്ചാൽ തോഡർമാലാണ്. ഓക്കെ, തോഡർമാലാണ് ആര് റവന്യൂ മിനിസ്റ്റർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു നവരത്നങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ഇതിനകത്ത് അബ്ദുൾ റഹീം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഡിഫൻസ് മിനിസ്റ്റർ ആണ് കേട്ടോ. അബ്ദുൾ റഹീം എന്ന് പറയുന്നത് ഡിഫൻസ് മിനിസ്റ്റർ ആണ്. മുല്ല എന്ന് പറയുന്നത് മുല്ലാദോ പിയാസ എന്ന് എഴുതിയിരിക്കുന്നില്ലേ, മുല്ല എന്ന് പറയുന്നത് ഹോം മിനിസ്റ്റർ ആണ്. മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ് ആണ്. മുല്ലാദോ പിയാസ എന്ന് പറയുന്നത്. മുല്ല എന്ന് പറയുന്നത് മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ് ആണ്. താൻസൻ അദ്ദേഹത്തിന്റെ മ്യൂസീഷ്യൻ താൻസൻ. അദ്ദേഹം ഒരുപാട് രാഗങ്ങളൊക്കെ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു മ്യൂസീഷ്യൻ ആണ് താൻസൻ. അതുപോലെ അദ്ദേഹത്തിന്റെ കോർട്ട് പോയറ്റ്സ് ആയിരുന്നു ആരൊക്കെ? ഈ സൂർദാസ് തുളസീദാസ് ഒക്കെ അദ്ദേഹത്തിന്റെ സമയത്തുള്ള കേട്ടോ. സൂർദാസ് തുളസീദാസ് ഒക്കെ അക്ബറിന്റെ സമയത്തുള്ളതാണെന്ന് ഓർത്തിരിക്കണം. പിന്നെ രാജാ മാൻസിംഗ് ഉണ്ട്. മാൻസിംഗ് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് രാജാ മാൻസിംഗിനെ പറ്റി. അദ്ദേഹത്തിന്റെ മിലിറ്ററി ജനറൽ ആയിരുന്നു. മിലിറ്ററിയുടെ തലപ്പത്ത് രാജാ മാൻസിംഗ് ആണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഓർത്ത് വെച്ചേക്കണം. പിന്നെ അദ്ദേഹത്തിന് ഒരു ഫോറിൻ മിനിസ്റ്റർ ഉണ്ടായിരുന്നു. പ്രസിദ്ധനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഫോറിൻ മിനിസ്റ്റർ ആരാ? ബീർബൽ ആണ് കേട്ടോ. അദ്ദേഹത്തിന്റെ
പ്രസിദ്ധനായിട്ടുള്ള ഫോറിൻ മിനിസ്റ്റർ ആണ് ബീർബൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റവന്യൂ മിനിസ്റ്റർ ആണ് ആര്, അല്ലെങ്കിൽ ഫിനാൻസ് മിനിസ്റ്റർ ആണ് രാജാ തോഡർമാൽ എന്ന് പറയുന്നത്. തോഡർമാൽ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അബ്ദുൾ റഹീം എന്ന് പറയുന്നത് ഡിഫൻസ് മിനിസ്റ്റർ ആണ്. മുല്ല ഹോം അഫയേഴ്സ് ആണ്, മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ് ആണ്. താൻസൻ അദ്ദേഹത്തിന്റെ സദസ്സിലെ മ്യൂസീഷ്യൻ ആയിരുന്നു. കൂടെ നമ്മളെ 2 കോർട്ട് പോയിറ്റ്സിനെ പഠിച്ചു, സൂർദാസും തുളസീദാസും അദ്ദേഹത്തിന്റെ കോർട്ടിൽ ഉണ്ടായിരുന്നതാണ്. പിന്നെന്താ, രാജാ മാൻസിംഗ്, അദ്ദേഹത്തിന്റെ മിലിറ്ററി തലപ്പത്തുണ്ടായിരുന്ന വ്യക്തിയാണ് രാജാ മാൻസിംഗ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധനായിട്ടുള്ള ഫോറിൻ മിനിസ്റ്റർ ആയിരുന്നു ബീർബൽ എന്ന് പറയുന്നത്. ബീർബൽ 1556 തൊട്ട് 1605 വരെയാണ് അക്ബർ ഇന്ത്യ ഭരിച്ചത്. 13ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അധികാരത്തിലെത്തുന്നത്. ഹുമയൂണിന്റെയും ഹമീദ ബീനുവിന്റെയും പുത്രനാണ്. ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള, അതുപോലെ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ അധികാരത്തിലെത്തിയ മുഗൾ രാജാവാണ് ആരെന്ന് പറയുന്നത് അക്ബർ. മിനിമം ഇത്രയും പോയിന്റ് പഠിച്ചു വെച്ചേക്കുക. പിന്നെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഫുള്ള് അക്ബറിനെ പറ്റി മാക്സിമം നോട്ടുകളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. തൽക്കാലം ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇത്രയെങ്കിലും പഠിച്ചു വെച്ചേക്കുക കേട്ടോ. അടുത്ത നോക്കിയേ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർട്ടിക്കിൾസ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മെൻഷൻസ് അബൌട്ട് ദ ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്. ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് പറയുന്ന ആർട്ടിക്കിൾ 40 ആണ് കേട്ടോ. ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് പറയുന്ന ആർട്ടിക്കിൾ 40 ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ നമ്മളെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് പാർട്ട് 4 അല്ലെ, പാർട്ട് 4 എന്ന് പറയുന്നത് DPSP പറയുന്നത്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിനെ പറ്റി പറയുന്നത് പാർട്ട് 4 ആ പാർട്ട് 4 ആർട്ടിക്കിൾ 37 തൊട്ട് 51 വരെയാണ് DPSP അല്ലെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതിനകത്ത് ആർട്ടിക്കിൾ 40 നമ്മുടെ ഗാന്ധിജിയുടെ എന്താണ് സങ്കല്പങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് കൂടുതലും DPSPയിലാണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങളിലാണ് നമ്മൾ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് കൂടുതലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതിലൊരു പ്രിൻസിപ്പിൾ ആണ് ഇത് ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്. പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ 40 ആണെന്ന് ഓർത്തു വെച്ചേക്കണം കേട്ടോ, ആർട്ടിക്കിൾ 40. The record obtained by the measurement of earthquake is called. ഇതെപ്പോഴും earthquake ഇതിന് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള കാര്യം സീസ്മോഗ്രാമും തമ്മിൽ എല്ലാവർക്കും തിരിഞ്ഞു പോയുന്നത് കൊണ്ടാണ്. നമുക്ക് സീസ്മോഗ്രാഫിൽ നിന്ന് കിട്ടുന്ന റെക്കോർഡാണ് സീസ്മോഗ്രാം. അങ്ങനെ ഓർത്ത് വെച്ചേക്കാമോ? ആ ഇൻസ്ട്രുമെന്റിനെ വിളിക്കുന്ന പേരാണ് സീസ്മോഗ്രാഫ്. ഇൻസ്ട്രുമെന്റ് ആണ് ഏതെന്ന് പറയുന്നത്, ഏത് എർത്ത് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഈ സീസ്മോഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻസ്ട്രുമെന്റ് ആണ് സീസ്മോഗ്രാം. അതിൽ നിന്ന് കിട്ടുന്ന റെക്കോർഡാണ് ഏതെന്ന് പറഞ്ഞത് സീസ്മോഗ്രാം എന്ന് പറയുന്നത്. റെക്കോർഡ്. അപ്പൊ ആൻസർ റെക്കോർഡ് ഒബ്ടൈൻഡ് ബൈ മെഷർമെന്റ് ഓഫ് എർത്ത് എന്ന് പറയുന്നത് സീസ്മോഗ്രാം ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ആ ഇൻസ്ട്രുമെന്റിനെ വിളിക്കുന്ന പേര് സീസ്മോഗ്രാഫ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഈ എർത്ത് പറ്റിയുള്ള സ്റ്റഡിയാണ് സീസ്മോളജി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സീസ് എന്ന് പറയുന്ന വാക്ക് റിലേറ്റഡ് ടു എർത്ത് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. സീസ്മോളജി ഇസ് ദ സ്റ്റഡി ഓഫ് എർത്ത്. സീസ്മോഗ്രാഫ് ഇസ് ദ ഇൻസ്ട്രുമെന്റ് വിച്ച് റെക്കോർഡ് ദ എർത്ത്. അതുപോലെ സീസ്മോഗ്രാം ഇസ് ദ റെക്കോർഡ് ഒബ്ടൈൻഡ് ബൈ ദ മെഷർമെന്റ് ഓഫ് എർത്ത്. സീസ്മിക് വേവ് ആണ് എർത്ത് ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന വേവ്സിനെ വിളിക്കുന്ന പേരാണ് സീസ്മിക് വേവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്രാഫും ഗ്രാമും കൂടെ തിരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കേട്ടോ. ആ കിട്ടുന്ന ആ ഒരു നമ്മൾ എടുക്കുന്ന ഔട്ട്പുട്ട് ആണ് സീസ്മോഗ്രാം. ആ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് സീസ്മോഗ്രാഫ്. തെറ്റിക്കരുതേ, തിരിഞ്ഞു പോരുതേ. അപ്പൊ റെക്കോർഡ് ഒബ്ടൈൻഡ് ബൈ മെഷർമെന്റ് ഓഫ് എർത്ത് എന്ന് പറയുന്നത് സീസ്മോഗ്രാം ആണ്, സീസ്മോഗ്രാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് പാർട്ട് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷനുമായിട്ട് റിലേറ്റ് ചെയ്ത പാർട്ട് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. പാർട്ട് 15 കേട്ടോ. പാർട്ട് 15 ഏതെന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷനെ പറ്റി പറയുന്നത്. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ പാർട്ടുകള് 25 പാർട്ടുകളാണുള്ളത്. 25 പാർട്ട് വിത്ത് ഏത് ആർട്ടിക്കിൾ തൊട്ട് ഏത് ആർട്ടിക്കിൾ വരെ ഉറപ്പായിട്ടും എഴുതി പഠിക്കണം. ഷെഡ്യൂൾസും എഴുതി പഠിക്കണം കേട്ടോ. പാർട്ട് 4 എന്താ പറയുന്നത്? DPSP. ഇപ്പൊ പറഞ്ഞില്ലേ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിനെ പറ്റിയാണ് പാർട്ട് 4 പറയുന്നത് പറഞ്ഞു അല്ലെ. അടുത്ത പാർട്ട് 11, 12 അതൊക്കെ എല്ലാവരും അത്ര ശ്രദ്ധിക്കാറില്ല. 11 പറയുന്നത് റിലേഷൻ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ആണ് കേട്ടോ. പാർട്ട് 11 പറയുന്നത് റിലേഷൻ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ആണ്. പാർട്ട് 11 പറയുന്നത്. പാർട്ട് 12 ഫിനാൻസ്, പ്രോപ്പർട്ടി, കോൺട്രാക്ട് ഇതിനെ പറ്റിയൊക്കെ പറയുന്നത്. ഫിനാൻസ്, പ്രോപ്പർട്ടി, കോൺട്രാക്ട്സ് ഇതിനെ പറ്റിയൊക്കെ പറയുന്നത് പാർട്ട് 12 15 ഇലക്ഷൻ കമ്മീഷനെ പറ്റി പറയുന്നത്. ഇലക്ഷൻ കമ്മീഷനെ പറ്റി പറയുന്നത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പാർട്ട് 15 കേട്ടോ. പാർട്ട് 14 എന്താ പറയുന്നത്? പാർട്ട് 14 ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 14 പറയുന്നത് എന്താണ്? സർവീസ് അണ്ടർ
എന്താണ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ആണ് പാർട്ട് 14 പറയുന്നത് കേട്ടോ. സർവീസ് അണ്ടർ, സർവീസസ് അണ്ടർ, അതായത് നമ്മൾ UPSC PSC അതുപോലെ തന്നെ IAS IFS പോലത്തെ സർവീസുകൾ, IAS IPS അതായത് യൂണിയൻ സർവീസ്, സ്റ്റേറ്റ് സർവീസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ചു പഠിക്കില്ലേ, ആ സർവീസുകളെ പറ്റിയും അതുപോലെ ഈ UPSC PSC തുടങ്ങിയ കമ്മീഷൻസിനെ പറ്റിയൊക്കെ പറയുന്നത് പാർട്ട് 14 ഓർത്തിരിക്കുക. സർവീസ് അണ്ടർ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ആണ് ഇതിനെ പറ്റി പറയുന്നത് പാർട്ട് 14 പറയുന്നത്. 14A ചോദിച്ചിട്ടുണ്ട്. പാർട്ട് 14A നമ്മൾ പിന്നെ ആഡ് ചെയ്തതാണ് ട്രൈബ്യൂണൽസ് കേട്ടോ. പാർട്ട് 14A ചോദിച്ചിട്ടുണ്ട്. ട്രൈബ്യൂണൽസിനെ പറ്റി പറയുന്നത് പാർട്ട് 14A നമ്മൾ പിന്നീട് ആഡ് ചെയ്യുന്ന പാർട്ടാണ് പാർട്ട് 14A. 14A ട്രൈബ്യൂണൽസിനെ പറ്റി പറയുന്നത്. ഇത്രയും പഠിച്ചു വെച്ചേക്കാമോ? 15 എലക്ഷൻ, 14 സർവീസ് അണ്ടർ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്, 14A ട്രൈബ്യൂണൽസ്, പാർട്ട് 4 DPSP, പാർട്ട് 11 റിലേഷൻ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്, പാർട്ട് 12 എന്ന് പറയുന്നത് ഫിനാൻസ്, പ്രോപ്പർട്ടി, കോൺട്രാക്ട്, ഇതിനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. പാർട്ടുകൾ ഉറപ്പായിട്ടും 25 പാർട്ടുകൾ നിങ്ങൾ പഠിക്കണേ. പാർട്ടുകളും ഷെഡ്യൂളുകളും നിങ്ങൾ പഠിച്ചു വെച്ചേക്കണേ. അപ്പൊ ഇത്രയാണ് ഞാൻ ഇന്ന് പറയുന്ന ഒരു 10 ക്വസ്റ്റ്യൻസോളം ആണ് പറഞ്ഞത്. അതിന്റെ റിലേറ്റഡ് ഫാക്ടും ആണ് എക്സ്പ്ലെയിൻ ചെയ്തത്. 10ൽ നിങ്ങൾക്ക് എത്രണ്ണം ശരിയായി എന്നൊക്കെ ഒന്ന് നോക്കി നിങ്ങൾക്ക് എത്ര ഇമ്പ്രൂവ്മെന്റ് വേണം, ഏത് പോർഷൻ ആണ് നിങ്ങൾക്ക് അറിയാത്തത്, ഹിസ്റ്ററി ആണോ, ജോഗ്രഫി ആണോ, അതുപോലെ എക്കണോമിക്സിന്റെ കുറച്ചുണ്ടായിരുന്നു അതാണോ, ഏതാണ് നിങ്ങൾക്ക് കിട്ടാത്തത് നോക്കണം. പിന്നെ സയൻസ് വേറെ ഉണ്ടല്ലോ, സയൻസ് പോർഷൻസ് വേറെയാണ്. അപ്പൊ ഏത് പോർഷൻ ആണ് വീക്ക് എന്ന് നോക്കി അവിടെ കുറച്ചും കൂടിയൊക്കെ വർക്ക് ചെയ്താൽ നമുക്ക് ഈ വർഷം എന്തായാലും ഏതെങ്കിലും ഒരു പരീക്ഷ നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നന്നായിട്ട് പരീക്ഷകളൊക്കെ എഴുതാൻ പറ്റട്ടെ. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ.